ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ അടുത്തതായിട്ട് വാക്പോര് നടത്താൻ വന്നത് ആദില നൂറയും ഷാരികയും തമ്മിലാണ്. രണ്ടുപേരും അവര് മൂന്ന് പേരും കാര്യമായിട്ട് തന്നെ വാദിച്ചു. ഷാരികയാണ് ആദ്യമായിട്ട് വാദിച്ചത്. ഷാരിക പറയുന്നു അവർക്ക് എന്താ നല്ല ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി മാത്രമാണ് അവർ ആ ബാഡ്ജ് കയ്യിലാക്കി വെച്ചിരിക്കുന്നത്, അല്ലാതെ അവരത് എപ്പോഴും ധരിക്കുന്നില്ല, അവരങ്ങനെ വെറും ആക്റ്റീവായിട്ട് തോന്നുന്നില്ല എന്നൊക്കെയാണ് ഷാരിക പറഞ്ഞത്. ആദില നൂറ പറഞ്ഞതും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഷാരിക അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നും അല്ല, പിന്നെ അവരെ പോലെ തന്നെ എല്ലാവർക്കും ഡ്രസ്സിൽ നിന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഈ ബാഡ്ജ് കൈവയ്ക്കാൻ ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞാൽ അവരുടെ വാദം കഴിഞ്ഞു. അത് കഴിഞ്ഞത് ആര്യനും ഒനിയലുമാണ്. ഒനിയലാണ് ആദ്യമേ വാദിച്ചത്. ഒനിയൽ പറഞ്ഞത് ഞാൻ 20 പേർക്ക് ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ അപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ബാഡ്ജ് എനിക്ക് അവകാശപ്പെട്ടാണെന്ന് ഒനിയൽ പറഞ്ഞു. പക്ഷേ ആര്യൻ പറഞ്ഞത് ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ, ഈ സീസൺ 7 തുടങ്ങിയപ്പോൾ മുതൽ ബേസ് ഗെയിമിൽ ഞാനാണ് ജയിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് ആ ബാഡ്ജ് കിട്ടിയത്. അതുപോലെ ആ ബാഡ്ജും അതിന്റെ ഡ്രസ്സുകളും എനിക്ക് ഒരേപോലെയാണ്, രണ്ടും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ആര്യൻ പറഞ്ഞത്. അതുകൊണ്ട് ബാഡ്ജ് കയ്യിൽ വെക്കാൻ ഞാനാണ് ഏറ്റവും യോഗ്യനെന്ന് ആര്യൻ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അവര് ലിവിങ് ഏരിയയിൽ എല്ലാവരും കൂടി തിരിച്ചു പോയി. അവിടെ വെച്ച് വോട്ടെടുപ്പിലൂടെ ആരൊക്കെ ജയിച്ചതെന്ന് നോക്കി. ആദ്യം ജിസയിലും നിവീനുമായിരുന്നു. അതിൽ ജിസയിലിന് 6 വോട്ടും നിവീനിന് 10 വോട്ടും കിട്ടി. നിവീൻ ജയിച്ചു. രണ്ടാമത് ആദില നൂറയും ഷാരികയും. ഷാരികയ്ക്ക് 6 വോട്ടും ആദില നൂറയ്ക്ക് 10 വോട്ടും കിട്ടി. അപ്പൊ ആദില നൂറ അതിൽ ജയിച്ചു. അവസാനം ആര്യനും ഒനിയലും ആയിരുന്നു. ഒനിയലിന് 5 വോട്ടും ആര്യന് 11 വോട്ടും കിട്ടി. ഒബിയസ്ലി ജയിച്ചത് ആര്യനാണ്. അപ്പൊ ഇതായിരുന്നു രാവിലത്തെ മോർണിംഗ് ടാസ്ക്. അതിലിപ്പോ 3 പേരും ജയിച്ചു. നിവീൻ, ആദില നൂറ, ആര്യൻ. ഇവർക്ക് 3 പേർക്കുമാണ് ഇനി ബാഡ്ജ് കൈവയ്ക്കാനുള്ള അവകാശമുള്ളത്. അപ്പൊ അവർക്കിനി അവരുടെ ഡ്രസ്സുകൾ കിട്ടും. ആര്യൻ ഓൾറെഡി ഉണ്ട്, അപ്പൊ ബാക്കിയുള്ളവർ രണ്ടു പേർക്ക് അവരുടെ ഡ്രസ്സുകൾ ഇനി കിട്ടും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞത്. ഇപ്പൊ അതിനുശേഷം എല്ലാവരും ലിവിങ് ഏരിയ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.